പ്രിയ സഹോദരനെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരുന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. അതിനായി യേശു മഹാരാജാവ് എളിദാസിനെ അനുവദിച്ചോർത്ത് യേശു ക്രിസ്തുവിന് നന്ദിയും സ്തുതിയും സമർപ്പിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ എപ്പിസോഡിൻ്റെ പുറകിലുള്ള എപ്പിസോഡ് അണുയുദ്ധം അടുത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസ് ഇട്ടിരുന്നു. കഴിഞ്ഞ ക്ലാസ് ഇട്ടത് അക്രൈസ്തവർക്കാണ് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളെക്കാൾ ക്രിസ്തുവിലുള്ള വിശ്വാസവും ബോധ്യങ്ങളും എന്ന് ഞാൻ പറയുകയുണ്ടായി. അതിന് കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുള്ളൂ. അത് മതി, കുറച്ച് ആൾക്കാർ കണ്ടാൽ മതി, അധികം ആൾക്കാർ കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ക്രിസ്ത്യാനികൾ സ്വർഗീയ മഹത്വത്തിലേക്ക് പോകുവാൻ തയ്യാറായി ഇരിക്കുന്നതിനേക്കാൾ വേഗത്തിലും സാധ്യത കൂടുതലും അക്രൈസ്തവരായ ക്രിസ്തു വിശ്വാസികൾ സ്വർഗീയ മഹത്വത്തിലേക്ക്, നിത്യജീവൻ്റെ സ്ഥലമായ സ്വർഗീയ മഹത്വത്തിലേക്ക് എടുത്ത് ഉയർത്തപ്പെടുകയും അവരെത്തപ്പെടുകയും ചെയ്യും. അതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് മുമ്പന്മാർ പലരും പിമ്പന്മാരും, പിമ്പന്മാർ പലരും മുമ്പന്മാരാകും എന്ന് കർത്താവ് പറഞ്ഞു. മറ്റൊരു സുവിശേഷം, രാജ്യത്തിൻ്റെ മക്കളാകട്ടെ പുറന്തള്ളപ്പെടും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ചുങ്കക്കാരും വേശ്യകളും സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കും, രാജ്യത്തിൻ്റെ മക്കളായിട്ട് പുറന്തള്ളപ്പെടും. ഈ വചനം വന്നിട്ട് ഇതിനെല്ലാം ആധാരമാക്കിയാണ് ഞാൻ കഴിഞ്ഞ അക്രൈസ്തവർക്ക് ആണ് ഏറ്റവും കൂടുതൽ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യത എന്ന് പറഞ്ഞിട്ട് ക്ലാസ്. അതിൻ്റെ തൊട്ടുമുമ്പിലാണ് അണുയുദ്ധം തൊട്ടടുത്ത്. ആ സംഭവത്തെക്കുറിച്ചും നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാവും. അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ തക്കുന്ന ദാനിയേൽ പുസ്തകത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് അത് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ അല്പസമയം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ച് 2-3 വാർത്തകൾ മാറി നോക്കുകയുണ്ടായി. അതിനകത്തൊക്കെ എന്താണ് ഇവർ തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ച് ലോകങ്ങൾ വിലയിരുത്തുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കിയത്. അത് നോക്കുമ്പോൾ ഞാൻ കണ്ടത് ഇങ്ങനെയാണ്: അവർ വലിയ ബോംബുകൾ, മിസൈലുകൾ എടുത്ത് ഉപയോഗിച്ചിട്ടില്ല. മീഡിയം റേഞ്ച് ഉള്ളത്, 800, 400, 500, 1000 കിലോമീറ്ററൊക്കെ ദൂരപരിധിയുള്ളത്, അത്ര വേഗത്തിലെത്തുന്നത്, 10 ടൺ ഭാരമുള്ളത്, ഇങ്ങനെയൊക്കെയാണ് പതിക്കുക. എന്നാൽ അതിനേക്കാളൊക്കെ വലിയത് അവരുടെ കയ്യിലുണ്ടെന്നും അത് ഉപയോഗിക്കാൻ അവർ തുടങ്ങിയിട്ടില്ലെന്നും അതിനടുത്ത തക്കം പാർത്തിരിക്കുകയാണെന്നൊക്കെയാണ് വാർത്താ ചാനൽ പറയുന്നത്. എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയാനുണ്ടായ കാരണം, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുന്ന നിഗൂഢരഹസ്യം എന്താണ് എന്നതിനെപ്പറ്റി ഒരു വാക്ക് പറഞ്ഞിട്ട് മറ്റ് ചില കാര്യങ്ങളെപ്പറ്റി പറയാം. അതായത് ദാനിയേൽ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 39-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഏറ്റവും ശക്തമായ കോട്ടകളോട് അന്യദേവൻ്റെ സഹായത്തോടെ അവൻ പൊരുതും. ഇതാണ് വചനം. ഏറ്റവും ശക്തമായ കോട്ടയെന്ന് പറയുന്നത് 1 ഇസ്രായേൽ ജനം, 2 അമേരിക്ക, 3 യൂറോപ്പ്, 4 ഇന്ത്യ പോലെയുള്ള രാഷ്ട്രങ്ങൾ. ഏറ്റവും ശക്തമായ കോട്ടകളോട് എന്ന് പറയുന്നത് ഏറ്റവും ശക്തമായ മിലിറ്ററി കോട്ടയുള്ള, ഭരണഘടനാ സംവിധാനമുള്ള ആണവ രാഷ്ട്രങ്ങളോട് അവൻ പൊരുതും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പൊരുതുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അങ്ങനെ പൊരുതാൻ തുടങ്ങിക്കഴിഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും ആരംഭിച്ചു കഴിഞ്ഞാൽ ആര്യശക്തൻ എന്നുള്ള രീതിയിൽ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതൊന്നും പ്രശ്നമല്ലാത്ത വിധം ഏറ്റവും ശക്തമായ ഇത്തരം കോട്ടകളോട് അവൻ അന്യദേവൻ്റെ സഹായത്തോടെ, അതായത് നിലവിൽ ഇറാൻ്റെ ദൈവം ആരാണെന്ന് നമുക്കറിയാം, ഇറാൻ്റെ മതം എന്താണ്, അതിൻ്റെ ദൈവം ആരാണെന്ന് നമുക്കറിയാം. എന്നാൽ ആ ദൈവത്തെ വിട്ട് അവർ അന്യദൈവത്തെ തേടിപ്പോകും. അത് മറ്റേതെങ്കിലും ഒരു രാഷ്ട്രത്തിൻ്റെ, അവരുടെ സഖ്യരാഷ്ട്രങ്ങളായ ഏതെങ്കിലും രാഷ്ട്രത്തിലെ ദൈവത്തെ ആരാധിക്കുകയോ അതിനെ കടമെടുക്കുകയോ അതിനെ അംഗീകരിക്കുകയോ ചെയ്തുകൊണ്ട് അവരെയും കൂടെ കൂട്ടിക്കൊണ്ട് അന്യദേവൻ്റെ സഹായത്തോടെ അവരെങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. എന്നിട്ട് എന്താ എഴുതിയിരിക്കുന്നത്? 40-ാമത്തെ വചനത്തിൽ ഇങ്ങനെ വരുമ്പോൾ അവർ രാജ്യങ്ങളുടെ മേൽ ഇങ്ങനെ എഴുതുന്നത്: പക്ഷേ ഉത്തരദേശത്തെ രാജാവ് രഥങ്ങളും അശ്വസേനയും അനേകം കപ്പലുകളുമായി ചുഴലി കൊടുങ്കാറ്റ് പോലെ അവനെതിരെ ആഞ്ഞടിക്കും, അവൻ രാജ്യങ്ങളുടെ മേൽ ഇരച്ചു കയറുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മുടെ ഈ സംഭവങ്ങളൊക്കെ നടക്കാൻ നമ്മുടെ മുമ്പിൽ ആകപ്പാടെ ഒരുക്കപ്പെട്ടിരിക്കുന്ന സമയം എന്നൊരു പരിമിതമായ 9 മാസങ്ങളാണ്. 2026 3 മാസങ്ങൾ പോയി അത് പോയി കഴിഞ്ഞു. ഏപ്രിൽ മാസത്തിലേക്ക് പ്രവേശിച്ചു. ഇനി ഏപ്രിൽ മുതൽ അടുത്ത 2027 വരെ നമ്മൾ കണക്കൂട്ടിയാൽ 9 മാസമുണ്ട്. ആ 3 മാസം പോയി കഴിഞ്ഞു. ഈ 9 മാസം 9 ദിവസം പോലെയോ 9 ആഴ്ച പോലെയോ നമ്മുടെ കൺമുമ്പിൽ നിന്ന് അപ്രത്യക്ഷമാകും. അങ്ങനെ അപ്രത്യക്ഷമായി കഴിയുമ്പോൾ ഇവർ തൻ്റെ ഏറ്റവും അഗാധങ്ങളിലിരിക്കുന്ന ഭീമാകാരമായ ബോംബുകൾ എടുക്കുകയും
അത് നീണ്ടു പോകുന്ന ഈ യുദ്ധം നീണ്ടു പോകുമ്പോൾ അതിൻ്റെ പോർമുനകളിൽ ആണവ ആയുധങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് അവർ അതെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യും. അങ്ങനെ അവർ രാജ്യങ്ങളുടെ മിരച്ചു കയറും. ഇനി അവർ ഒന്നും നോക്കുകയില്ല. അപ്പം അങ്ങനെ ഭീമാകാരമായ ആ വലിയ ആണവ യുദ്ധത്തോടു കൂടിയ ആ യുദ്ധം അതിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ദാനിയേൽ പ്രവാചകൻ പറഞ്ഞൊരു വചനമുണ്ട് 11-ാം അധ്യായത്തിൽ. അത് നമ്മളിങ്ങനെ വായിച്ചതാണ്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുമാണ്. ദാനിയേലേ, നീ നിൻ്റെ വഴിക്ക് പോവുക എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് പറഞ്ഞ യുദ്ധത്തെക്കുറിച്ച്? അത് വരാനിരിക്കുന്ന നാളിൽ നിൻ്റെ ജനത്തെ എന്തു സംഭവിക്കുന്നത് ഗ്രഹിപ്പിക്കാൻ ഞാൻ വന്നിരിക്കുന്നു. ദർശനം ഭാവിയിൽ സംഭവിക്കുന്നതാണ്. അതിന് പറഞ്ഞിട്ട് എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? അത് സത്യവും വലിയ യുദ്ധത്തെക്കുറിച്ചുള്ളമായിരുന്നു. ദാനിയേൽ പറഞ്ഞ പുസ്തകം 10-ാം അധ്യായം 1-ാം തിരുവചനം. അത് സത്യവും വലിയ യുദ്ധത്തെക്കുറിച്ചുള്ളതുമായിരുന്നു. അപ്പോൾ ആ വലിയ യുദ്ധം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള, ഇപ്പം നമ്മുടെയൊക്കെ കൺമുമ്പിൽ നമ്മൾ യുദ്ധങ്ങളെ കണ്ടിട്ടില്ല, യുദ്ധങ്ങളുടെ ഭവിഷ്യത്തുകൾ അനുഭവിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇപ്പോഴത്തെ തലമുറ യുദ്ധം എന്താണെന്നോ അതിൻ്റെ ശക്തി എന്താണെന്നോ അതിൻ്റെ പ്രശ്നം എന്താണെന്നോ അതിൻ്റെ വേദന എന്താണെന്നോ നമ്മൾ യുദ്ധക്കെടുതികൾ അനുഭവിച്ചിട്ടില്ല. അപ്പോൾ അത് വലിയ യുദ്ധത്തെക്കുറിച്ചില്ലായിരുന്നു പറയുമ്പോൾ ആ യുദ്ധത്തിൻ്റെ ആദ്യത്തെ സ്ഫോടനം തന്നെ ആണവ സ്ഫോടനത്തോടുകൂടിയാണ്. അത് ഏതെങ്കിലുമൊക്കെ രാഷ്ട്രങ്ങളുടെ മേൽ ആണവ സ്ഫോടനങ്ങൾ നടക്കും. അതോടുകൂടി അതിൻ്റെ മൂർധന്യ അവസ്ഥയിലേക്ക് യുദ്ധം വളരെ പെട്ടെന്ന് എത്തും. അതോടുകൂടി ലോകത്തിൻ്റെ നിലവിലുള്ള സാമാന്യ സ്ഥിതി, അതിൻ്റെ ഒരു സാധാരണ രീതിയുണ്ട്. അത് ഓരോ രാഷ്ട്രങ്ങളിലും ഓരോരുത്തർ ഓഫീസുകൾ തുറക്കുന്നു, സാധാരണ സ്കൂളിൽ പോകുന്ന കുട്ടികൾ പോകുന്നു, മറ്റ് ആൾക്കാർ അധ്വാനിക്കാൻ വേണ്ടി പോകുന്നു, റോഡിലൂടെ വാഹനം പോകുന്നു. ഇതാണ് സാധാരണ രീതി. ആ സാധാരണ രീതി വാഹന ഗതാഗതം അങ്ങ് ഇല്ലാതാകുന്നു, പെട്രോൾ ഡീസൽ നിന്നു പോകുന്നു, ഭക്ഷ്യമാർക്കറ്റിൽ അപ്രത്യക്ഷമാകുന്നു, സ്കൂൾ കോളേജുകളെല്ലാം അടഞ്ഞു കിടക്കുന്നു. ലോകം ഒരു നിശ്ചലാവസ്ഥയിലേക്ക് പോകുന്നു. എന്നാൽ യുദ്ധം അതിൻ്റെ വഴിക്ക് പോവുകയും ചെയ്യും. അങ്ങനെ നിലവിലുള്ള സാമാന്യ രീതി ഇല്ലാതെയാവുകയും അസാമാന്യ രീതിയായ പൈശാചികതയും പീഡനവും രോഗവും ആകുലതയും ഉത്കണ്ഠയും ഇതുവരെ സമ്പാദിച്ചു വെച്ച എല്ലാ സമ്പാദ്യത്തിൻ്റെയും നഷ്ടവും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടെക്നോളജികളും ജോലി സാധ്യതയും ബാങ്ക് അക്കൗണ്ടും എല്ലാം ഇല്ലാതാവുകയും ചെയ്യുന്ന മനുഷ്യൻ്റെ ബുദ്ധി എന്നേക്കുമായിട്ട് അപ്രത്യക്ഷമാകുന്ന, സമാധാനം ഇല്ലാതെയാകുന്ന, എല്ലാ മനുഷ്യരുടെയും ഹൃദയ സമാധാനവും മാനസിക സന്തോഷവും ഇല്ലാതാവുകയും ചെയ്യുന്ന ആ വലിയ സംഭവത്തെക്കുറിച്ചാണ് കർത്താവ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. എന്താണ്? അവർ രാജ്യങ്ങളുടെ മേൽ ഇരച്ചു കയറുകയും ചെയ്യും. എന്നിട്ട് എന്താ പറയുന്നത്? അത് വലിയ ഭൂമിയിലെ പൊടിയിലുന്ന അനേകരുണ്ടരും. അത് കർത്താവ് എന്തിക്കുന്നത്? ഈ ലോകത്ത് നമ്മളെല്ലാം കണ്ടിട്ടുള്ളത് മരിച്ചവരടക്കപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. എത്രയോ വർഷങ്ങളായിട്ട് യുഗങ്ങളായിട്ട് ആയിരക്കണക്കിന് വർഷമായിട്ട് മരണപ്പെട്ടുപോയ എല്ലാ മനുഷ്യരും ഭൂമിയിൽ അടക്കപ്പെട്ടപ്പോൾ കർത്താവ് പറയണം ആ വലിയ അത് ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ പറയുന്നത്, ഭൂമിയിലെ പൊടിയിൽ ഉറങ്ങുന്ന അനേകർ ഉണരും, ചിലർ നിത്യജീവനായും ചിലർ നിത്യലജ്ജയ്ക്കും, ചിലർ നിത്യതയ്ക്ക് വേണ്ടിയും ഉണരും. അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ലോകം കണ്ടിട്ടുള്ള വെച്ച് ഏറ്റവും വലിയ അത്ഭുതമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. മരിച്ചവരുടെ ഉയർപ്പ് എന്ന് പറയുന്ന സംഭവം. അത് പൊടിയിൽ ഉറങ്ങുന്ന അനേകർ എന്ന് പറഞ്ഞാൽ പൊടിയിൽ മണ്ണിൽ ആയിരക്കണക്കിന് ലക്ഷം കോടാനുകൂടി മനുഷ്യരെ ഭൂമിയിലാണ് അടക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ഭൂമിയിൽ അടക്കം ചെയ്യപ്പെട്ട മനുഷ്യരെല്ലാം ഉയർപ്പ് എന്ന ആ പരമസത്യത്തിലൂടെ പുറത്തു വരുമെന്ന് 3000 വർഷങ്ങൾക്ക് കൊണ്ട് ദാനിയേൽ പ്രവാചകനോട് പിതാവായ ദൈവം എഴുതി വെച്ചിരിക്കുകയാണ്. പൊടിയിൽ ഉറങ്ങുന്ന അനേകർ ഉണരും എന്ന് കർത്താവ് വന്നിരിക്കുകയാണ്. ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കായും നിത്യനിന്ദയ്ക്കുമായും പുറത്തു വരും. ജ്ഞാനികൾ ആകാശത്തിലെ പ്രഭ പോലെ തിളങ്ങും. അങ്ങനെ ആ ഒരു മനുഷ്യൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത ലോകാവസാനം, അല്ലെങ്കിൽ പ്രപഞ്ചം മുഴുവൻ കത്തിച്ചാമ്പലാകുന്ന വലിയ അത്ഭുതം, അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന പോലെ 2 പത്രോസിൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ എന്താ സംഭവിക്കുക? മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞ് ചാമ്പലാകും, ഭൂമിയും അതിലെ സമസ്തവസ്ഥനും കത്തിവീശിയും. അങ്ങനെയുള്ള ആ വലിയ യുഗാന്ത്യം, അതാണ് യുഗാന്ത്യം. 2033 യുഗാന്ത്യ കാലഘട്ടങ്ങളിലേക്ക് ലോകം അടുത്തടുത്ത് വരുവാൻ ഉള്ള 1-ാം പടി ചവിട്ടിക്കഴിഞ്ഞു. അതിൻ്റെയാണ് ആഗോളയുദ്ധം. പ്രിയ സഹോദരരെ, ഈ വചനം ശ്രവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന 2 രാഷ്ട്രങ്ങൾ തമ്മിലാണെങ്കിൽ ഇനി വരാനിരിക്കുന്ന ലോകരാഷ്ട്രങ്ങൾ തമ്മിലാണ്. അതങ്ങനെ പെട്ടെന്ന് ചേരിതിരിയും വലിയ ആണവ യുദ്ധത്തിലേക്ക് ലോകം മാറ്റപ്പെടുകയും ചെയ്യും. അത് ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത്, ഞാൻ ഇസ്രായേലിന് എതിരെയുള്ള ഇസ്രായേലിന് ചുറ്റുമുള്ള ഓരോ രാഷ്ട്രങ്ങളുടെ മേൽ ഞാൻ അഗ്നിയെ അയക്കും എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് പറയുന്നൊരു ഭാഗമുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് കർത്താവ് പറയുന്നത്. അത് ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ
എഴുതി വെച്ചിരിക്കുന്ന വചനത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ സംഭവം നമ്മൾ വായിച്ചിട്ടില്ല മനസ്സിലാക്കണം. അത് വ്യക്തമായിട്ട് ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആമോസ് പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിനകത്ത് വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഇതാണ്. ആമോസ് പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 7-ാം തിരുവചനം, ഗാസയുടെ മതിൽമേൽ ഞാൻ അഗ്നിയെ അയക്കും. അതിനുശേഷം എന്നിരിക്കുകയാണ്, ആകയാൽ ഞാൻ ടൈറിൻ്റെ മതിൽമേൽ അഗ്നി അയക്കും. അതിനുശേഷം തേമാനുമേൽ ഞാൻ അഗ്നിയെ അയക്കും. ഇങ്ങനെ ഓരോന്ന് ഭർത്താവ് പറഞ്ഞിരിക്കുകയാണ്. അതൊക്കെ ഈ 2027 കാലഘട്ടങ്ങളിൽ സംഭവിക്കും. അതിൻ്റെ ആ തുടക്കത്തിൽ തന്നെ സംഭവിക്കും. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് ചുറ്റുമുള്ള ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇവരെല്ലാം ഒരുമിച്ച് ചേർന്ന് വരുമ്പോൾ ഇസ്രായേൽ പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ടൊക്കെ അവർ അണുബോംബ് എടുത്ത് ഉപയോഗിക്കേണ്ട പശ്ചാത്തലം. കാരണം അവർക്ക് നിലനിൽപ്പ് ആവശ്യമാണ്. അവർക്ക് ഒരു രാജ്യം, അതൊരു രാജ്യമാണ്, ആ രാജ്യത്തിന് നിലനിന്നേ പറ്റൂ. കാരണം ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ ഈ ലോകത്ത് ആർക്കും നശിപ്പിക്കാൻ സാധിക്കില്ല. കാരണം ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ നയിക്കുന്നതും നിലനിർത്തുന്നതും അതിനെ തീർത്ത് കളയണമെന്ന് ചിന്തിക്കുന്നതും അതിനെ എപ്രകാരം മുന്നോട്ട് ചലിപ്പിച്ച് കൊണ്ടുപോകണം തീരുമാനിക്കുന്നതെല്ലാം പിതാവായ ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്. അല്ലാതെ മനുഷ്യരുടെ ബുദ്ധിയോ മനുഷ്യരുടെ ജ്ഞാനമോ അല്ല അതിന് പിന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ സർവശക്തനായ ദൈവം ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ എപ്രകാരം കൊണ്ടുപോകണം എന്നുള്ളത് വ്യക്തമായിട്ട് അതിൽ വിശുദ്ധഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ തോറാം പോലെയുള്ള വലിയ പഴയ നിയമ ഗ്രന്ഥങ്ങൾ ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട്. അതനുസരിച്ചാണ് അവർ തൻ്റെ രാഷ്ട്രത്തിൻ്റെ ഗതിവിഗതികളെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അവരെപ്പോൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു അതങ്ങനെ തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ പരിണിതഫലം ആഗോള യുദ്ധവും ലോകത്തുനിന്ന് ഭക്ഷണ സാധനങ്ങൾ ഇല്ലാതാവുന്ന അവസ്ഥയും വാഹന ഗതാഗതം നിന്നു പോകുന്ന അവസ്ഥയും ഒക്കെയുണ്ട്. അതെല്ലാം തൊട്ടടുത്തടുത്ത് നമ്മുടെ പടിവാതിൽക്കെത്തിരിക്കുന്ന പ്രിയ സഹോദരരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 7 വർഷത്തിനുള്ളിൽ 2033 അഥവാ 2034 ഫെബ്രുവരി 15-ാം തീയതിക്കുള്ളിൽ ഇന്ന് ലോകത്ത് കാണുന്ന മുഴുവൻ മനുഷ്യരും, എത്ര കോടി മനുഷ്യൻ ലോകത്തുണ്ടോ, ഭൂമിയുടെ പ്രപഞ്ചത്തിൻ്റെ ഏതെല്ലാം ഭാഗത്തുണ്ടോ, അവർ മുഴുവനും 800 കോടി ജനം ഈ ലോകത്തുനിന്ന് ഇല്ലാതെയാകും, അപ്രത്യക്ഷമാകും. എല്ലാവരും മരണത്തിലൂടെ നമ്മൾ ഈ ലോകത്ത് കടന്നു പോകും. 7 വർഷമേ ഈ സകല മനുഷ്യൻ്റെ മുമ്പിലുള്ളൂ. അല്ലാതെ ഒരു രാഷ്ട്രത്തിൻ്റെയോ അല്ല പ്രായത്തിനനുസരിച്ചോ അല്ലെങ്കിൽ ആ രാഷ്ട്രത്തിന് ആയുസ് കൂടുതൽ അല്ല ഞങ്ങൾ 100 വയസ്സ് വരെ ജീവിക്കാം, അങ്ങനെ ഒന്നുമില്ല. 7 വർഷത്തിനുള്ളിൽ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഈ ലോകത്തുനിന്ന് പോയേ പറ്റൂ. കാരണം ആണവ സ്ഫോടനം ബഹിരാകാശത്ത്, ശൂന്യാകാശത്ത്, വായുമണ്ഡലത്തിൽ, ഭൂമിക്കുള്ളിൽ, ഭൂമിയുടെ ഉപരിതലത്തിൽ, കടലിനടിയിൽ എല്ലാം വലിയ ആണവ സ്ഫോടനം ഉണ്ടാവും. അതെല്ലാം മനുഷ്യബുദ്ധിക്ക് അപ്രാപ്യമായ അചിന്തനീയമായ വലിയ തകർച്ചയ്ക്കും രാജ്യങ്ങളുടെ ശൂന്യതയ്ക്കും കാരണമാകും. അതോടനുബന്ധിച്ചുണ്ടാകുന്ന ഭക്ഷ്യക്ഷാമം വന്ന് പകർച്ചവ്യാധികൾ, ആയിരക്കണക്കിന് മനുഷ്യരെ ശവം മറവ് ചെയ്യാൻ പറ്റാതെ ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും മനുഷ്യർ കിടന്ന് വെറുതെ ചീഞ്ഞ് അഴിഞ്ഞു പോകുന്ന അവസ്ഥ എല്ലാ മനുഷ്യരും കാണേണ്ടി വരും. അത്ര ഭീഭത്സവും ഭയാനകമായ സംഭവത്തിലേക്ക് ലോകം വരികയാണ്. അതുകൊണ്ടാണ് എന്തായാലും ന്യായമായും നാം മരിക്കുമെന്നത് ന്യായമായ ഉറപ്പാണെങ്കിൽ, അങ്ങനെ ഉറപ്പ് ആർക്കും വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഇനി അതല്ല ഞാൻ 100 വർഷം വരെ ജീവിച്ച് അടങ്ങും, ഞാൻ പറഞ്ഞിട്ട് ഈ ലോകം അവസാനിക്കും, അതുകൊണ്ട് ലോകം ഇനി ഒരു 200 വർഷം കൂടെ മുന്നോട്ട് പോകും, അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാം. കാരണം എനിക്ക് എൻ്റെ മകൾ കാനഡയിലാണ്, എൻ്റെ മകൻ ഓസ്ട്രേലിയയിലാണ്, പണം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു, ഞാൻ സന്തോഷത്തിലാണുള്ളത്, എനിക്ക് ഇഷ്ടംപോലെ ഭവനവും വീടും കാറും എല്ലാം ഉണ്ട്, അതുകൊണ്ട് ഈ ലോകം ഒന്നും ഒരിക്കലും അവസാനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് 1000 വർഷം കൊണ്ട് ജീവിച്ചിരിക്കാം, അതിന് പരാതിയില്ല. എന്നാൽ അവരുടെ എല്ലാം മുമ്പിൽ ഈ 7 വർഷം എന്ന സംഖ്യ, 2033 എന്ന സംഖ്യ വരുമ്പോൾ അവർക്ക് അതിനകത്തെ സത്യങ്ങൾ മനസ്സിലാവും. അതിനാൽ നാം എന്തായാലും ഈ ലോകത്ത് അപ്രത്യക്ഷമാകും എന്ന് ബോധ്യമുള്ളവർ, പ്രിയപ്പെട്ടവരെ, നിർബന്ധമായും എളിദാസിൻ്റെ ക്ലാസ് വന്ന് കൂടിയേ പറ്റൂ. കാരണം ഞാൻ നിങ്ങൾ നിർബന്ധിക്കുകയാണ്. എൻ്റെ നിലപ്പിനോ എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടില്ല ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നത്. കാരണം നിങ്ങളത് അറിഞ്ഞേ പറ്റൂ. അറിഞ്ഞില്ലെങ്കിൽ വലിയ ദുരന്തങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾ ശരിക്കും പതറും, വേദനിക്കും, നിലവിളിക്കും, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ദുഃഖിക്കുകയും ക്ലേശപ്പെടുകയും ചെയ്യും. എന്നാൽ സർവശക്തനായ ഈശോയോട് ചേർന്ന് എങ്ങനെ നിൽക്കണം? ഒരു വ്യക്തിയുടെ സമൂലമായ മാനസാന്തരം, ഒരു വ്യക്തിയുടെ സമൂലമായ രൂപാന്തരീകരണം, ഒരു വ്യക്തിയുടെ പരിപൂർണമായ പശ്ചാത്താപം, അനുതാപം, അതിനുശേഷം ആത്മാവിൽ ഫലം ചൂടിയുള്ള ജീവിതം, അവർക്ക് എത്രമാത്രം സന്തോഷമുണ്ടാവും. അവർക്കൊന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവർ യേശുവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങുകയും പ്രാർത്ഥിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന അവസ്ഥ. ലോകം ദുഃഖിക്കുമ്പോൾ, ലോകം കരയുമ്പോൾ നാം യേശുവിൽ ആശ്രയിക്കുകയും യേശുവിൽ തുള്ളിച്ചാടുകയും ചെയ്യുന്ന അവസ്ഥ എത്ര മനോഹരവും എത്ര അചിന്തനീയമായൊരു സംഭവമാണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായും, പ്രത്യേകിച്ചും നിങ്ങൾ മനസ്സിലാക്കണം, അടുത്ത തിങ്കളാഴ്ച ഈസ്റ്റർ കഴിഞ്ഞിട്ട് വരുന്ന ഈസ്റ്റർ 5-ാം തീയതി ആണെങ്കിൽ ഞായറാഴ്ചയും തിങ്കളാഴ്ച 6-ാം തീയതി തിങ്കളാഴ്ച മുതൽ
എൻ്റെ ഭവനത്തിൽ വീണ്ടും ധ്യാനം നടക്കുകയാണ്. കഴിയുന്നത്ര ആളുകൾ വരിക, വിളിച്ച് ഫോൺ ചെയ്ത് അറിയിച്ചിട്ട് വേണം വരാൻ. പേരും കാര്യങ്ങളും അഡ്രസ്സും തരണം, തന്നിട്ട് വേണം കടന്നു വരാൻ. ഓർക്കപ്പുറത്താനും കയറി വരരുത്. അവർക്കുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ ഇതിനകത്ത് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അവർ ചോദിച്ചത് എങ്ങനെയാണ് 2024 എന്ന സംഖ്യ നിങ്ങൾക്ക് കിട്ടിയത്? നിങ്ങൾക്ക് ഗരമന്താൾ സന്ദേശത്തെക്കുറിച്ചുള്ള മെസ്സേജുകളുണ്ടോ? ത്രിദിനാന്തകാരം എന്നാണ്, അല്ലെങ്കിൽ എന്നാണ് ലോകം അങ്കമാലി അടുത്ത ധ്യാന ക്ലാസ്സുകൾ എവിടെയാണ് സംഭവിക്കുന്നത്? ഇങ്ങനെ നിരവധിയായ ചോദ്യങ്ങൾ, സംശയങ്ങളും, ഒത്തിരി സംശയങ്ങൾ. ഇതൊക്കെ എപ്പോൾ സംഭവിക്കുക, എങ്ങനെ സംഭവിക്കുക, യാഥാർത്ഥ്യമാണോ, യഥാർത്ഥ ഒരുക്കം എങ്ങനെയാണ്, ഇനി നമ്മൾ എന്തൊക്കെയാണ് അടുത്ത് ചെയ്യേണ്ട നടപടികൾ, നാം എങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ ഈ പല വീഡിയോകളിൽ ചോദിക്കാറുണ്ട്. അതിന് ചില ചോദ്യങ്ങൾ ആവർത്തിച്ച് പലരും ചോദിക്കുന്നുണ്ട്. ആ പലരും ചോദിക്കുമ്പം പലരോടും ഒരേ മറുപടി തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ പൊതുവെ എനിക്ക് പറയാൻ പറ്റാതെ വരും. കാരണം മറ്റ് ക്ലാസ്സുകളിൽ കൂടെയൊക്കെ പോകേണ്ടതായിട്ടുള്ളതുകൊണ്ട്, സമയത്തിൻ്റെ പരിധി കൊണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കിട്ടുന്ന അവസരം നിങ്ങൾ മുതലാക്കിക്കൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ധ്യാനത്തിന് കടന്നു വരിക. 6-ാം തീയതി ധ്യാനമുണ്ട്. അതിനുശേഷം ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും ധ്യാനമുണ്ട്. അതിൻ്റെ ഡേറ്റുകൾ ഞാൻ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആ രീതിയിൽ കണ്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് സർവശക്തനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പരിപൂർണ്ണ ജ്ഞാനം, പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 3 വീഡിയോയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിയമജ്ഞരുടെയും ഫരിസേയരുടെയും ജ്ഞാനത്തെ നിന്റെ ജ്ഞാനം അതിശയിപ്പിക്കുന്നില്ല എങ്കിൽ നിനക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്ന് യേശു ക്രിസ്തു ഈ ലോകത്തിലെ ജനത്തോട് പറഞ്ഞെങ്കിൽ നാം മനസ്സിലാക്കണം. കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങളും കത്തോലിക്ക സഭയുടെ നിലവിലുള്ള പഠനങ്ങളും അവരുടെ സംവിധാനങ്ങളും നിനക്ക് സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരാൻ പോരാ. അത് തികയില്ല, അത് അപര്യാപ്തമാണ്, അത് സീറോയാണ്, മൈനസാണ്. അതിനപ്പുറത്തേക്ക് നിൻ്റെ ആത്മജ്ഞാനവും നിൻ്റെ ബുദ്ധിശക്തിയും നിൻ്റെ ജ്ഞാനവും നിൻ്റെ അതീന്ദ്രിയ ജ്ഞാനവും നിൻ്റെ പ്രബോധനങ്ങളും നിൻ്റെ എസ്തപ്പാനോസിനെ പോലെ അതിശക്തമായ ജ്ഞാനത്തിന് വരം നേടി നിന്നില്ല എങ്കിൽ നിന്നെ തകർക്കുവാൻ, നശിപ്പിക്കുവാൻ ഒരു ചെറിയ പ്രോഗ്രാം മൊബൈൽ ഫോണിൽ കൂടെ അയച്ചാൽ മതി. നിൻ്റെ ആത്മാവിനെ ചോർത്തിയെടുത്തുകൊണ്ട്, നിൻ്റെ ആത്മാവിനെ കവർന്നെടുത്തുകൊണ്ട്, നിൻ്റെ ആത്മീയ ജീവനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട്, നിൻ്റെ ആത്മീയ വിശുദ്ധിയെ തകർത്തുകൊണ്ട് നിന്നെ -0-യിലുമാക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഇനി വരികയാണ്. പ്രത്യേകിച്ച് ക്വാണ്ടം കമ്പ്യൂട്ടർ ഉൽപ്പാദനം, അതുപോലെയുള്ള സംവിധാനങ്ങൾ, അതുപോലെ ഇതിനകത്ത് വരുന്ന മൊബൈൽ ഫോണിൽ കൂടെ വരുന്ന കാര്യങ്ങൾ, അതെല്ലാം നമ്മുടെ ആത്മാവിൻ്റെ വിശുദ്ധിയെ പരിപൂർണ്ണമായിട്ട് തകർക്കുകയും നീ എന്ന വ്യക്തി, അല്ലെ ഞാൻ എന്ന വ്യക്തിയെ നിസ്സാരമായിട്ട് തകർക്കുകയും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ അതിശക്തമായിട്ട് ഇനിയും വരും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ സംഭവം അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാര്യം എന്തൊക്കെ എന്ന് വ്യക്തമായിട്ടുള്ള അറിവും ജ്ഞാനവും ബുദ്ധിയും ബോധ്യവും നമുക്കില്ല എങ്കിൽ തകർന്ന് തരിപ്പണമാകുമ്പോൾ അയ്യോ എന്നുള്ള നിലവിളി കൊണ്ട് ആരും ശ്രമിക്കാനുണ്ടാവുകയില്ല. ഒരു മനുഷ്യനും ഉത്തരം തരികയില്ല. പ്രത്യേകിച്ചും ഇതുപോലെ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നുകൊണ്ട് സംസാരിക്കുന്ന അനേകം ആൾക്കാരുണ്ട്. പ്രത്യേകിച്ചും ചില അച്ഛന്മാർ മുന്നറിയിപ്പ് തന്നുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. നമുക്കറിയാം, കുറേ അച്ഛന്മാർ ഇപ്പോൾ നല്ലപോലെ യേശുവിൻ്റെ വരനെപ്പറ്റി പഠിപ്പിക്കുന്ന ചാനലുകളും ധ്യാനങ്ങളുമുണ്ട്. അവർക്ക് പോലും പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും. അപ്പോൾ എന്താണ് അടുത്ത നടപടി, എന്താണ് അടുത്ത രീതി ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ട ചില സത്യങ്ങളെന്ന് പറയുമ്പോൾ ഇത് ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ചെറിയ പുസ്തകം, ഇതിൻ്റെ ഒരു കണ്ണ് കണ്ടോ? ഇവിടെ ഇത് കണ്ടോ? ഒരു കണ്ണ് കണ്ടോ? ഇത് എന്താണിത്? അതിൻ്റെ വേറൊരു കണ്ണ് അതിൻ്റെ തൊട്ട് താഴെ കാണുന്നുണ്ട്. ഇതൊരു കണ്ണാണ്, ഇതൊരു കണ്ണാണ്. എന്നാൽ ഇതൊരു ധ്യാന സെൻ്ററാണ്. ഇത് എഴുതിയിരിക്കുന്നുണ്ടോ? കണ്ടോ? മരിയൻ സ്ട്രീറ്റ് മിനിസ്ട്രി കൽപ്പറ്റ, ഔസേപ്പച്ചൻ ചെറുന്നൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ അഡ്രസ്സും കാര്യമുണ്ട്. ഇത് ഉണ്ടല്ലോ. അപ്പോൾ ഇതിനകത്തൊക്കെ ഇത് നമ്മളെ ധ്യാനിപ്പിക്കുകയും പ്രബോധനം തരികയും ചെയ്യുന്ന ധ്യാന സെൻ്ററുകൾ പോലും കപടമാണ്, വ്യാജമാണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നിയമജ്ഞരുടെയും ഫരിസേയരുടെയും ജ്ഞാനത്തെക്കാൾ നിൻ്റെ അതീന്ദ്രിയ ജ്ഞാനവും നിൻ്റെ പ്രബോധന ജ്ഞാനവും സർവശക്തനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന വ്യക്തികളുടെ ധ്യാനങ്ങളും ക്ലാസ്സുകളും സസൂക്ഷ്മം സശ്രദ്ധം നിങ്ങൾ വീക്ഷിച്ച് നിരീക്ഷിച്ച് പഠിച്ച് ഇല്ല എങ്കിൽ നിങ്ങളുടെ ജീവനും ജീവിതവും ആത്മാവും നിത്യനാശത്തിലേക്ക്, നിത്യപാതാളത്തിലേക്ക് പോകും. ഇത് ഇനുമനാലിറ്റി എന്ന് പറയുന്നതോ അല്ലെങ്കിൽ എന്താ പറയുന്നത് മേസൻ സഭ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അവരുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ ഒക്കെ സിമ്പലുകളാണ്. തൃക്കണ്ണം പറഞ്ഞ് ഇതൊക്കെ ഇപ്പോൾ കാണുന്നതാണ് ഈ സംഭവങ്ങളൊക്കെ. ഇതിനു മുമ്പ് അങ്ങനെ കണ്ണുകളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ധ്യാനിപ്പിക്കുന്നവർ തന്നെ തെറ്റായ പ്രബോധനം തരികയും
മോശമായ സിമ്പലുകൾ മറ്റുള്ളവരെ കാണിക്കുകയും ചെയ്യും. മനുഷ്യൻ കൺഫ്യൂഷനാവും. ഇതിലേത് ശരി, ഏത് ധ്യാനം ശരി, ഏത് വ്യക്തി ശരി എന്ന്. സത്യസുവിശേഷം ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ്, സത്യസുവിശേഷം എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥമാണ്. വിശുദ്ധ ഗ്രന്ഥം വായിച്ച് അതിൻ്റെ അർത്ഥം അതേപടി പറഞ്ഞു തരാൻ കഴിയുന്ന വ്യക്തികളുടെ ധ്യാനം നിങ്ങൾ ശ്രദ്ധിച്ചു. അതല്ലാതെ അതിനകത്ത് കുറേ പ്രബോധനവും അതിനകത്ത് കുറേ തിയോളജിയും അതിനകത്ത് കുറച്ച് ഇതും എല്ലാം കൂടി കൂട്ടി മിക്സ് ചെയ്ത് ഉരുട്ടിക്കൂട്ടി കുഴച്ച് ഒരു അവിയൽ പരുത്തി തരുന്ന ക്ലാസ്സുകളും ധ്യാനങ്ങളും നിങ്ങൾ കൂടിയാൽ നിങ്ങൾക്ക് നിത്യരക്ഷ സാധ്യമല്ല, കിട്ടുകയില്ല. അത് വ്യക്തമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. അത് ചിലപ്പോൾ സഭയിൽ നിന്നായിരിക്കുന്നത്, ചിലപ്പോൾ അച്ഛനായിരിക്കുന്നത്, ചിലപ്പോൾ ധ്യാന സെൻ്ററിൽ നിന്നായിരിക്കും കിട്ടുന്നത്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ചും ഈ കാലഘട്ടം. ഇനി എയർ റോബോട്ട് കുർബാന വരും, എയർ റോബോട്ട് പുതിയ ബൈബിൾ വരും, എയർ റോബോട്ടിന് പുതിയ സംവിധാനങ്ങൾ വരും. അങ്ങനെ ഒരുപാട് പ്രബോധനങ്ങളും കാര്യങ്ങൾ വരാനിരിക്കുകയാണ്. പുതിയ ബൈബിൾ വരുന്നു, പുതിയ കുർബാന വരുന്നു, പുതിയ നിയമങ്ങൾ വരുന്നു. അപ്പോൾ നമുക്കിത് ഏത് ശരിയല്ല. പ്രത്യേകിച്ചും 666 സംബന്ധിക്കുന്ന പ്രബോധനങ്ങളൊക്കെ നമുക്ക് ഒരിടത്തും കിട്ടാറില്ല. അഥവാ കിട്ടിയാൽ തന്നെ അത് നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന രീതിയിലായിരിക്കുമില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം. നിങ്ങളതുകൊണ്ട് ധ്യാനം കൂടുമ്പോൾ നിങ്ങൾ സംശയമുണ്ടെങ്കിൽ ധ്യാനം കൂടുന്ന വ്യക്തിയോട് ചോദിച്ച് അന്ന് നിങ്ങളുടെ പ്രബോധനം മനസ്സിലാക്കി വെക്കണം. കാരണം ഒരു വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധ്യാനങ്ങളൊന്നും കിട്ടാതെ വരും. ഇതിൻ്റെ പ്രഘോഷണങ്ങളൊക്കെ നിന്നുപോകും. അതിന് ശരിതെറ്റുകൾ മനസ്സിലാക്കാൻ പറ്റാതെ വരും. അങ്ങനെ വലിയ ആശയക്കുഴപ്പത്തിലേക്ക് ക്രിസ്ത്യാനികളെ കൊണ്ടെത്തിക്കുന്ന സംവിധാനങ്ങളും വരും. അത് ദാനിയേൽപ്രവചന പുസ്തകത്തിൽ പറയുന്നുമുണ്ട്. അത് വ്യക്തമായിട്ട് ദാനിയേൽപ്രവചന പുസ്തകത്തിൽ അത് അങ്ങനെ തന്നെ പറയുന്നുണ്ട്. അത് ദാനിയേൽപ്രവചന പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു വചനം നോക്കിയിട്ട് പറയാം പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇതെല്ലാം നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലായിരിക്കും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ വിചാരിക്കുന്ന നമ്മളെ രക്ഷിക്കും, നമ്മളെ സഹായിക്കും, നമ്മൾ കൂടെ ഉണ്ടാകും, നമ്മളെ പരിപാലിക്കും, മുന്നോട്ട് നയിക്കും, നിത്യത്തിലെത്തിക്കും, സ്വർഗരാജ്യത്തിലേക്ക് എത്തിക്കും, ഈശോയുടെ കൂടെ നമ്മളെ കൊണ്ടുപോകും, ആ സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടാവും, ആ സമയത്ത് നമ്മളെ രക്ഷയ്ക്കുണ്ടാവും എന്നൊക്കെ വിശ്വസിക്കുന്ന, കരുതുന്ന, നമ്മൾ ചിന്തിക്കുന്ന സംവിധാനമായ ആരെങ്കിലും എന്തെങ്കിലും നമുക്ക് ഉണ്ട് എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ഉണ്ടാവുകയില്ല എന്ന് തിരിച്ചറിയണം. ആ തിരിച്ചറിവാണ് യഥാർത്ഥ തിരിച്ചറിവ്. അതിനപ്പുറത്തേക്ക് തിരിച്ചറിവില്ല. നമ്മളെ സംരക്ഷിക്കും, നമ്മളെ പരിപാലിക്കും, നമ്മളെ നയിക്കും, നമ്മളെ ജ്ഞാനപ്പെടുത്തും, നമ്മളെ സ്വർഗത്തിൽ എത്തുന്നിടം വരെ നമ്മളിങ്ങനെ കയ്യെ പിടിച്ച് കൊണ്ടുപോകും. സ്വർഗത്തിൻ്റെ വാതിലേക്ക് കയറ്റി അങ്ങോട്ട് എൻ്റെ മാനം കൊണ്ട് കയറി പൊക്കോന്നും പറഞ്ഞ് എൻ്റെ കൊച്ചൻ കയറി പൊക്കോന്നും പറഞ്ഞ് കയറ്റി ഈശോയുടെ അടുത്തേക്ക് വിട്ടേച്ച് വാതിലടയ്ക്കും. അപ്പോൾ സുരക്ഷിതമായല്ലോ. അങ്ങനെ വരെ കരുതിയിരിക്കുക നമ്മൾ കേട്ടോ. ഓർത്തോണം, നല്ലവണ്ണം ഓർത്തോണം. 27-ന് ശേഷം എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ കണ്ണുകൊണ്ട് മനസ്സിലാക്കുക. അതുകൊണ്ട് സത്യസുവിശേഷം, സത്യക്രിസ്തു, യഥാർത്ഥ സത്യമായ ക്രിസ്തുവിനെ കലർപ്പില്ലാതെ, ഒരു തിയോളജിയും ഒരു കാര്യങ്ങളുമില്ലാതെ നേർക്ക് നേരെ യേശു ക്രിസ്തുവിനെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ നേരിട്ട് വായിക്കുക. യേശു ക്രിസ്തു എന്ന് നമ്മൾ ബൈബിളിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ വായിക്കുക. അതൊരു വ്യക്തിയിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ യേശു ക്രിസ്തു എന്ന് സുവിശേഷത്തിൽ, വെളിപാട് ഗ്രന്ഥത്തിൽ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഒരു വ്യക്തിയോട് കേൾക്കുന്നതിന് കുഴപ്പമില്ല. അതല്ലാതെ അതിന് ആനുപാതികമായിട്ടുള്ള പ്രബോധനമൊന്നും നമുക്ക് ശരിയാണെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, വലിയ തെറ്റിദ്ധരിപ്പിക്കുന്ന പല രീതിയിലുള്ള പ്രബോധനങ്ങളൊക്കെ ഇനി ലോകത്ത് വരാനിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സിമ്പൽ രൂപങ്ങൾ വരാനിരിക്കുകയാണ്. ഇതൊക്കെ ഇതിനൊക്കെ വലിയ രീതിയിൽ വരും. പ്രത്യേകിച്ച് 666 സംബന്ധിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അത് സംബന്ധമായ കാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് ശരിയായ വചനപ്രഘോഷണ സത്യസന്ധ സുവിശേഷം മനസ്സിലാക്കാൻ പറ്റുന്ന വ്യക്തിയുടെ അടുത്ത്, അതിപ്പോൾ എൻ്റെ അടുത്ത് വന്നു അത് ഞാൻ അങ്ങനെ പറയാം, എൻ്റെ അടുത്തേക്ക് വരണമെന്ന് ഞാൻ പറയല. അത് നിങ്ങൾക്ക് തിരിച്ചറിയുക എന്നുള്ളതാണ്. ഏത് ധ്യാനത്തിലാണ്, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞുതരാം, അന്തിമ സുവിശേഷമായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരൻ്റെ ഒരുക്കം, ആ ഒരുക്കത്തെക്കുറിച്ച് ഏതെല്ലാം ഭയത്തിൽ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരൻ്റെ ഡേറ്റ് ആരെങ്കിലും തരുന്നുണ്ടോ, പറയുന്നുണ്ടോ? അപ്പോൾ പറയും പിതാവല്ല പുത്രൻ പോലും അറിയുന്നില്ല എന്ന് പറയും. എന്നാൽ അത് തരാൻ കഴിയുന്ന വ്യക്തികളും ഈ ലോകത്തുണ്ട്. അതിൻ്റെ വചനം ഏത്? അങ്ങനെ. മറ്റൊന്ന്, കുംഭസാരത്തിന് ക്ലാസ്സിൽ നിന്ന് നിലവിലെ എടുക്കുന്ന പോലെ ഒന്നല്ല, അതിനപ്പുറത്തേക്ക് അതിഭയങ്കരമായ അത്ഭുതകരമായ വിശുദ്ധീകരണ പ്രക്രിയ നടക്കുന്ന രീതിയിൽ, ഒരു മനുഷ്യൻ്റെ ത്രിതല വിശുദ്ധീകരണ പ്രക്രിയ നടക്കുന്ന രീതിയിലുള്ള കുംഭസാരത്തെ ക്ലാസ്സുകൾ എവിടെ നിന്ന് കിട്ടുന്നുണ്ടോ അവിടെ പോയി നിങ്ങൾ കൂടുക. അങ്ങനെ പല രീതിയിൽ നമ്മുടെ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രബോധനത്തെക്കാൾ അതിനപ്പുറത്തേക്ക് 10 മടങ്ങ് അപ്പുറത്തേക്കുള്ള പ്രബോധന ജ്ഞാനം തരുന്ന വ്യക്തികളെ നിങ്ങൾ കണ്ടെത്തുക. അങ്ങനെ എടുത്ത് പോയിട്ട് പ്രബോധനാത്മകമായി ജീവിതത്തെ ക്രമീകരിച്ചെടുക്കുക. അല്ലെങ്കിൽ നഷ്ടപ്പെടും, ശൂന്യമായി പോകും. പ്രിയപ്പെട്ടവരെ, അതിനോട് ഞാൻ പറയാം, അതുകൊണ്ട് നിങ്ങൾ ഇതിനകത്ത് സംശയങ്ങൾ നേരിട്ട് സംശയിച്ച് ചോദിക്കുന്നതിന് ഇതിനകത്തൂടെ ഉത്തരം പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ക്ലാസ്സിലേക്ക് വരും, ധ്യാനത്തിലേക്ക് വരും, പേര് വിളിച്ച് ബുക്ക് ചെയ്ത് വരിക. 6-ാം തീയതി എൻ്റെ ഭവനത്തിൽ ധ്യാനം ഉണ്ടായിരിക്കും. കഴിയുന്നത്ര ആളുകൾ വരിക.
അത് കഴിഞ്ഞിട്ടുള്ള ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും എൻ്റെ ഭവനത്തിൽ ധ്യാനമുണ്ട്. അതിനുശേഷം മറ്റ് ധ്യാനങ്ങളുടെ ഡേറ്റുകൾ തരുന്നതുമായിരിക്കും. അതിനാൽ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരെ പടിവാതിക്കലാണ്. യേശുക്രിസ്തു വരാറായിട്ടുണ്ടെന്നുള്ള തെളിവ് ലോകത്ത് കണ്ടു തുടങ്ങി. യേശുക്രിസ്തു വരുന്നതിന് മുന്നോടിയായിട്ടുള്ള ആഗോള മൂന്നാം ലോകമായെത്തുന്നത് 2027 2030 ആകുമ്പോഴേക്കും ഈ ലോകം കീഴ്മേൽ മറിയുന്ന വലിയ സംഭവങ്ങൾ ഭൂമിയിലുണ്ടാകും. 2033 യുഗാന്ത്യമാണ്. യുഗാന്ത്യത്തിൽ യേശു പറഞ്ഞിട്ടുണ്ട്, മത്തായിയുടെ സുവിശേഷം പറയുന്നുണ്ട്, യുഗാന്ത്യം വരെ എന്ന് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വ്യക്തമായും ശുദ്ധമായും വിശുദ്ധ ഗ്രന്ഥത്തെ ആസ്പദമാക്കി വളരെ വ്യക്തമായിട്ട് സംസാരിക്കുന്ന ധ്യാനങ്ങളെ, ക്ലാസ്സുകളെ നിരീക്ഷിച്ച് പഠിച്ച് നിങ്ങൾ കൂടുക, ഒരുങ്ങുക, പ്രാർത്ഥിക്കുക, യേശുവിൻ്റെ വരട്ട് ഒരുങ്ങുക. അതിനായി നമ്മെ ഓരോരുത്തരും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറട്ടെ. യേശു ക്രിസ്തുവിൻ്റെ തിരുത്തം എന്നെ സകല പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും മ്ലേച്ഛതയിൽ നിന്നും അനീതി നിരീക്ഷിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു തിരുവചനം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് പഠിച്ച് പൂർണ്ണ വിശുദ്ധി പ്രാപിക്കാൻ, പൂർണ്ണ ജ്ഞാനിയാകാൻ നിങ്ങൾക്ക് സാധിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു രണ്ടാമത്തെ വരനായിട്ട് മനസ്സ്, ശരീരം, ആത്മാവ് 3 തലവും പരിശുദ്ധി നിറയ്ക്കാൻ നിങ്ങൾക്കിടയാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങുന്ന നമ്മൾ ഈ ലോകത്ത് കണ്ടുകൊണ്ട് കാണുന്ന എല്ലാ അശുദ്ധിയിൽ നിന്നും മ്ലേച്ഛതയിൽ നിന്നും എല്ലാ പാപത്തിൽ നിന്നും ജഡമോഹത്തിൽ നിന്നും ജഡിക വികാരങ്ങളിൽ നിന്നും എല്ലാവിധ ആത്മീയ നന്മയ്ക്ക് തടസ്സമായിരിക്കുന്ന എല്ലാ അശുദ്ധിയിൽ നിന്നും രക്ഷിക്കപ്പെടുകയും വിശദീകരിക്കുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുമാറാകട്ടെ. അതിനായി യേശു ക്രിസ്തു നിങ്ങൾ ഓരോരുത്തരും സമൃദ്ധം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.